ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ചെയ്യണത്. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 പഴമാണ്, നല്ല പഴുത്ത പഴമാണ് എടുത്തേക്കണത്. അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പഴക്കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാണോ വരെ നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് ഉടച്ചു കൊടുക്കണേ. നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 അച്ച് ശർക്കര ഉരുക്കിയ പാനിയാണ് കേട്ടോ ഇതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പഴക്കഷ്ണങ്ങൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ശർക്കര പാനി കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു പകുതി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ അത് കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് വീണ്ടും പകുതി ഉള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അതാണ്ട ഇതുപോലെ. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമ്മളൊരു പരന്ന പ്ലേറ്റിലേക്ക് പരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ എടുത്തേക്കുന്നത് വാഴയിലയാണ്. അത് സമൂസ ഷീറ്റിൻ്റെ ആകൃതിയിലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. കണ്ട, ഇനി ഇതാ ഇല കണ്ട, ഇല ഇതുപോലെ മടക്കി കൊടുക്കണം കേട്ടോ. സമൂസ ചീലേ അതുപോലെ മടക്കി കൊടുക്കുക. കണ്ട, ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഞാൻ ഈ തണുത്ത മിക്സ് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട, ടീസ്പൂൺ ആകുമ്പോൾ അതിങ്ങനെ മിക്സ് അതിനുള്ളിലേക്ക് വീഴാനായിട്ട് കുറച്ച് വിഷമമുണ്ട്. എന്നാലും നമ്മളതങ്ങനെ വീഡിയോയ്ക്ക് ആകുമ്പോൾ നമ്മൾ ടീസ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആക്കിയിട്ട് വീണ്ടും ഫോൾഡ് ചെയ്യുക. കണ്ട, എന്നിട്ട് എല്ലാം അങ്ങോട്ട് മടക്കി വെച്ച് കൊടുത്താൽ അതവിടെ ലോക്കായിട്ടിരിക്കും. പിന്നെ അത് തുറക്കൊന്നുമില്ല. അങ്ങനെ അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇതുപോലെ കൈ കൊണ്ടാക്കുമ്പോൾ സുഖമാണ്. കണ്ട, വേഗം നമുക്കത് വിരലുകൊണ്ട് ഞെക്കി അതിനുള്ളിൽ ഫില്ലാക്കി വെക്കാൻ പറ്റും. വീട്ടിലാകുമ്പോൾ നമ്മളെല്ലാവരും കൈ കൊണ്ട് തന്നെയല്ലേ ചെയ്യുക. ഇപ്പോൾ ഇതേ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു സ്റ്റീമറിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. സൂപ്പറും സോഫ്റ്റുമായ നല്ല ടേസ്റ്റിയുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു ചായക്കുള്ളൊരു പലഹാരമാണ് കേട്ടോ. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ 4 മണിയാകുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്സാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.